എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ നീരജ്. ഞാൻ കുറച്ച് മുന്നേ ആരോഗ്യം എന്ന് പറഞ്ഞ ചാനലിൽ ഒരു ഇന്റർവ്യൂ കുറച്ച് കാലം മുന്നേ കൊടുത്തിരുന്നു. ആ ഇന്റർവ്യൂവിൽ ഞാനൊരു കാര്യം പറയേണ്ടത്, അതായത് മലയാളികൾ കൂടുതൽ കഷണ്ടി ആവാൻ കാരണം എന്താണ് എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ, കൂടുതൽ കഷണ്ടി ആവാൻ കാരണം എന്താ വെച്ചാൽ, മലയാളികൾ ഒന്നാമത് നമ്മളെ ഒരു ജീൻ അങ്ങനെയാണ്. അതിന് പുറമെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, മലയാളികൾ കൂടുതൽ വൃത്തിയുള്ള ആൾക്കാരാണ്. അപ്പോൾ കൂടുതൽ നേരം കുളിക്കും. ഈ കുളിക്കുന്നതുകൊണ്ട് കഷണ്ടി ആവുന്നല്ല, കുളി കഴിഞ്ഞിട്ട് അവർ ആ രീതിയിൽ തോർത്തുന്ന രീതി അത് ഭയങ്കര ഹാർഷായിട്ടാണ് അധികം ആളുകളും തോർത്താറ്. പ്രോപ്പറായിട്ടുള്ള തോർത്ത് അല്ല തോർത്താറ്. ജസ്റ്റ് ടച്ച് ചെയ്ത് തോർത്തുന്നതിന് പകരം ഇവര് എല്ലാ ദിവസവും ഭയങ്കര ഹാർഷായിട്ട് ഇങ്ങനെ റബ്ബ് ചെയ്ത് തോർത്തുമ്പോൾ മുടി ഒഴിച്ചിട്ടുണ്ടാവും. മനസ്സിലായില്ലേ? അതാണ് ഞാൻ അതിൽ പറഞ്ഞത്. പക്ഷെ അത് കട്ട് ചെയ്ത് പുറത്ത് വിട്ടപ്പോൾ എങ്ങനെയായി, മലയാളികൾ കഷണ്ടി ആവുന്നത് കുളിക്കണോണ്ടാണ് എന്ന് മാത്രം പറഞ്ഞ് കുറേ കമന്റ്സ് എനിക്കെതിരെ വന്ന്. അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞത്. അതിനെപ്പറ്റിയല്ല, ആ ഇൻസിഡന്റിനെ പറ്റിയല്ല, നമ്മൾക്ക് ഈ മുടി ഒഴിച്ചിൽ എങ്ങനെയാണ് ഒഴിവാക്കാൻ പറ്റുക, ഈ കുളിയും മുടിയും ഒക്കെ കൂടി സംബന്ധം എന്താണ് ബന്ധം എന്ന് നമുക്ക് ഒന്ന് നോക്കാം. മെയിനായിട്ട് കുളിക്കുക ഡെയിലി എന്ന് പറയുന്നത് മെയിൻ തിങ് ഒരു ടെക്സ്റ്റ് ബുക്കും ഒരു റിസർച്ചിലും പറയുന്നില്ല ഡെയിലി തല നനയ്ക്കുന്നത് നല്ലതാണ് എന്നൊന്നും എവിടെയും പറയുന്നില്ല. നേരെ മറിച്ച് ആഴ്ചയിൽ 3 ദിവസമാണ് ഐഡിയലായിട്ട് തല നനയ്ക്കാൻ പറയുന്ന ടൈം. പിന്നെ രണ്ടാമത്തെ കേസ് പറയുകയാണെങ്കിൽ, ഈ തല നനയ്ക്കുമ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ടൈപ്പ് ഓഫ് ഹെയർ എങ്ങനെയാണ് നോക്കണം. നിങ്ങൾ ടൈപ്പ് ഡ്രൈ ഹെയർ ആണെങ്കിൽ, നിങ്ങൾ ഷാമ്പൂ ഒക്കെ യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടീഷണർ യൂസ് ചെയ്യണം. കണ്ടീഷണർ മസ്റ്റാണ്. ഡ്രൈ ഹെയർ ആണെങ്കിൽ യൂസ് ചെയ്യണം കണ്ടീഷണർ മസ്റ്റായിട്ട്. അതായത് ഷാമ്പൂ ഇട്ട് കഴിഞ്ഞ് അത് വാഷ് ചെയ്തതിന് ശേഷം കണ്ടീഷണർ ഇടുക, ഒരു 5-10 മിനിറ്റ് വെക്കുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയുക. അത് ഓരോ ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്യല്ല വേണ്ട, ഓരോ മുടീൻ്റെ ഇങ്ങനെ ഒരു സ്ട്രാൻഡ്സിലൊക്കെ പരത്തി ഇടണം. അതായത് ഇങ്ങനെ ആക്കണം കണ്ടീഷണർ, അല്ലാതെ വെറുതെ ഇങ്ങനെ പരത്തി ഇടരുത്. അത് മാത്രമല്ല, കണ്ടീഷണർ തേച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി അത് നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്ത് കളയും വേണം. അല്ലാതെ അത് അതേപോലെ വെക്കരുത്. നന്നായിട്ട് വാഷ് ചെയ്ത് പോയാലേ കണ്ടീഷണർ പോകുള്ളൂ. അപ്പോൾ ഞാൻ പറയാലോ, ഡ്രൈ ഹെയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി കണ്ടീഷണർ യൂസ് ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എണ്ണ തേക്കുക. അതിന് മുന്നേ എണ്ണ പറ്റുമെങ്കിൽ, എണ്ണയ്ക്ക് കുഴപ്പമില്ല, നിങ്ങൾക്ക് ഓയിലി വലിയ ബുദ്ധിമുട്ടില്ല എങ്കിൽ ഓയിൽ തേച്ച് എന്നിട്ട് നിങ്ങൾ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഇട്ട് വാഷ് ചെയ്യുക, ഡ്രൈ ഹെയർ ഉള്ള ആൾക്കാർ. അതെനിക്ക് പറയാനുള്ളത്. ഈ കണ്ടീഷണർ പക്ഷേ മസ്റ്റാണ്. എല്ലാവരും ഡ്രൈ ഹെയർ ആണെങ്കിൽ ഫ്രിസി ഹെയർ ആണെങ്കിൽ യൂസ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് ഡ്രൈ ഹെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ കണ്ടീഷണർ ഏതാണെന്ന് വെച്ചാൽ, ഏറ്റവും ബെസ്റ്റായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ വില ഭയങ്കര കൂടുതലായിട്ടുള്ള രണ്ട് സാധനങ്ങൾ ഏറ്റവും ബെസ്റ്റായിട്ട് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. റീ ഇക്വൽ എന്ന് പറയുന്ന കണ്ടീഷണർ, റീ ഇക്വൽ, അതും പ്ലസ് കെരാസ്റ്റേഴ്സിൻ്റെ കണ്ടീഷണർ, ഹൈലൈറ്റിംഗ് കണ്ടീഷണർ. ഇതാണ് വില കുറച്ച് കൂടുതലാണ്, പക്ഷേ മാർക്കറ്റിൽ ടോപ്പ് റേറ്റഡ് ആണ്. അതും ക്ലെയിംസ് പ്രൈസസ് ഒക്കെ കറക്റ്റ് ലെജിറ്റിമേറ്റ് ആയിട്ടുള്ള ക്ലെയിംസും ഉണ്ട്. അതായത് വെറുതെ നമ്മൾ ചില ഇപ്പം മിനിമലിസ്റ്റോ അല്ലെങ്കിൽ ഇപ്പോൾ വേറെ ടിപ്പൊക്കെ പറഞ്ഞ് വെറുതെ ആളുകൾ ഇങ്ങനെ പറയില്ല. ഇത് യൂസ് ചെയ്ത ആളുകൾ പറയുന്നതാണ്. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് കെരാസ്റ്റേഴ്സ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, എനിക്ക് നല്ല അനുഭവമുണ്ട്. നല്ല അടിപൊളി സാധനമാണ് കെരാസ്റ്റേഴ്സ്. പക്ഷെ അത് ഡെയിലി നമുക്ക് എല്ലാ ദിവസവും ഒന്നും ഞാൻ യൂസ് ചെയ്യാറില്ല. ഞാൻ ഒരു തവണ യൂസ് ചെയ്യുന്നുണ്ട്, കാരണം അത് ഭയങ്കര വിലയാണ്. അത് വില കൊണ്ട് നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്താൽ മുതലാവില്ല. അതുകൊണ്ടാണ് അത് ഞാൻ വല്ലപ്പോഴും യൂസ് ചെയ്യുള്ളൂ. ഒരു തവണ യൂസ് ചെയ്യും. പക്ഷെ അത് ഭയങ്കര എഫക്റ്റാണ്, നല്ല എഫക്റ്റാണ്, നല്ല റിസൾട്ടാണ് അത് കെരാസ്റ്റേഴ്സിൻ്റെ. പിന്നെ നിങ്ങൾക്ക് വില കുറച്ച് കുറവിലാണെങ്കിൽ നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒന്നാണ് സെബാമെഡിൻ്റെ കണ്ടീഷണർ. അത് കുഴപ്പമില്ല, അത് നല്ലതാണ്. അത് അത്യാവശ്യം ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന അതാണ്, സെബാമെഡിൻ്റെ കണ്ടീഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈ ഹെയറും ഫ്രിസി ഹെയറും ഉള്ള ആളുകൾ ഈ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക കുളിക്കുമ്പോൾ. പിന്നെ കുളിക്കുമ്പോൾ നിങ്ങൾ വെള്ളത്തിൻ്റെ പ്രശ്നം നമുക്ക് പിന്നെ 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വെള്ളം ഇപ്പോൾ ഹാർഡ് വാട്ടർ ആണെങ്കിൽ ഒന്നെങ്കിൽ നിങ്ങൾ പിടിച്ച് വെക്കുക വെള്ളം, തന്നിട്ട് തലേദിവസം പിടിച്ച് വെച്ചിട്ട് പിറ്റേ ദിവസം ആ വെള്ളം വെച്ച് കുളിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ 12 സ്റ്റേജ് ഫിൽറ്റർ എന്ന് പറഞ്ഞാൽ ഒരു ഫിൽറ്റർ വാങ്ങാൻ കിട്ടും. 12 സ്റ്റേജ് ഫിൽറ്റർ. അത് ഏകദേശം നിങ്ങൾക്ക് ആമസോണിലും ഇതിലൊക്കെ ഫ്ലിപ്പിലൊക്കെ കിട്ടും. അത് നിങ്ങൾ ഒന്നെങ്കിൽ ഷവർ ഹെഡിൽ ഫിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ വാട്ടർ പൈപ്പിൻ്റെ ഹെഡിൽ ഫിറ്റ് ചെയ്യുക. അതാകുമ്പോൾ ആ 12 സ്റ്റേജ് ഫിൽട്രേഷൻ കഴിഞ്ഞിട്ടാണ് വെള്ളം വരിക. അതുകൊണ്ട് കുറേയൊക്കെ ഒരു 70% ആ ഹാർഡ് വാട്ടറും അതിലുള്ള അംശങ്ങളൊക്കെ ഒന്ന് എന്താ പറയുക, ഡീടോക്സിഫൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് പറ്റുമെങ്കിൽ യൂസ് ചെയ്യുക. അത് എനിക്ക് തോന്നുന്നു 1000 റുപ്പീസ് എങ്ങാണ്ടുള്ള വില. ഒരു 12 സ്റ്റേജ് ഫിൽറ്റർ നിങ്ങൾക്ക് 1-1.5-2 മാസം ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് അവർ പറയണത്. അവർ പറയണ പോലെ അത് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എത്ര കാലം യൂസ് ചെയ്യുക, എത്ര വാഷസിന് യൂസ് ചെയ്യാനൊക്കെ. കറക്റ്റ് ആ 12 സ്റ്റേജ് ഫിൽറ്റർ വെച്ചാൽ അത് മാറും, ആ പ്രശ്നം മാറി കിട്ടും. അപ്പോൾ ഹാർഡ് വാട്ടറിൻ്റെ പ്രശ്നം മാറി. പിന്നെ കുളിക്കുമ്പോൾ നിങ്ങൾ തല കുറച്ചുമ്പോൾ ടർക്കി യൂസ് ചെയ്യുക.
തോർത്ത് മുട്ടിന് പകരം ടർക്കി യൂസ് ചെയ്യുക. ടർക്കി ആകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒപ്പി കൊടുത്താൽ മതി, ഇങ്ങനെ 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 ജസ്റ്റ് ഒപ്പിയാൽ മതി. അത് ഭയങ്കര ഹാർഡായിട്ട് ഒരിക്കലും ചെയ്യരുത്. മുടി പൊട്ടിപ്പോവും. അത് മാത്രമല്ല മുടിക്ക് ഭയങ്കര ഡ്രൈ ആവുകയും ചെയ്യും. അങ്ങനെ ഭയങ്കര ഹാർഡാകുമ്പോൾ മുടി ഭയങ്കര ഡ്രൈനെസ്സിലോട്ട് പോവും. അത് ശ്രദ്ധിക്കുക. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഷവറിൻ്റെ ചോട്ടിൽ നിന്ന് കുളിക്കുമ്പോൾ ഭയങ്കര പ്രഷറുള്ള വെള്ളം ഇങ്ങനെ തലയിൽ ഇങ്ങനെ ആക്കണ്ട. ജസ്റ്റ് കുറച്ച് പ്രഷറിലാക്കുക. തലയിൽ ഒരിക്കലും നമ്മൾ ഭയങ്കര ചൂടുവെള്ളം ഡയറക്റ്റ് ഒഴിക്കരുത്. ഭയങ്കര പ്രഷറോടുകൂടി തലയിൽ വെള്ളം ഒഴിക്കരുത്. ചൂടുവെള്ളം തലയിൽ ഒഴിക്കാതെ നോക്കുക. ഇളം ചൂടുള്ള വെള്ളമാണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല. ഭയങ്കര ചൂടുവെള്ളം തലയിൽ ഒഴിക്കരുത്. പിന്നെ പറയുകയാണെങ്കിൽ സോപ്പ് തലയിൽ തേക്കരുത്. സോപ്പ് തലയിൽ തേക്കരുത്. അത് മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. സോപ്പ് തൊടാൻ പാടില്ല തലയിൽ. അതിന് പകരം നിങ്ങൾക്ക് ഷാമ്പു യൂസ് ചെയ്യുക, പ്ലസ് കണ്ടീഷണർ യൂസ് ചെയ്യുക. ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ എപ്പോഴും കണ്ടീഷണർ യൂസ് ചെയ്യണം. ഇതൊക്കെ ചെയ്തിട്ടും ഡ്രൈ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളി കഴിഞ്ഞിട്ട് ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ എന്ന് പറയുന്ന സിറം ഉണ്ട്. ആ സിറം ഇച്ചിരി എടുത്തിട്ട് തലയിൽ മാടി ഇങ്ങനെ 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 മാടി കൊടുത്താൽ മതി. അത് റെഡി ആയിക്കോളും. അത് ആ രീതിയിൽ നിന്നോളും. അത് മാടുമ്പോൾ ജസ്റ്റ് ഓരോ സ്ട്രാൻഡ്സ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ആക്കുക. അത് അതിനെ നല്ല രീതിയിൽ വെറ്റായിട്ട് നിന്നോളും. ഇതൊക്കെ ചെയ്തിട്ടും മാറുന്നില്ലെങ്കിൽ ഒന്നുകൂടി പറയാം, ലോറിയൽ പാരീസിൻ്റെ എക്സ്ട്രാ ഓർഡിനറി സിറം എന്നാണ് അതിൻ്റെ ഓയിൽ എന്നാണ് അതിൻ്റെ പേര്. ഒരു യെല്ലോ ബോട്ടിലാണ് അത് ഉണ്ടാവുക, ഒരു ചില്ലിൻ്റെ ബോട്ടിൽ. 400 രൂപയ്ക്കാണ് അതിൻ്റെ വില. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. അപ്പോൾ കുളിയും മലയാളിയും മുടി ഒഴിച്ചിലും എല്ലാം കൂടി സംബന്ധം ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് വീഡിയോ ചെയ്തതാണ്. താങ്ക് യു.